അല്ല, എനിക്കറിയാവുന്ന കാര്യം പബ്ലിക്കലി അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാവില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഇന്നത്തെ ഈ കോൺഫ്ലിക്റ്റിൽ നമ്മുടെ ഇമേജിങ് കേപ്പബിലിറ്റി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മാത്രമല്ല, കോൺഫ്ലിക്റ്റ് അല്ലാത്തപ്പോഴും കോൺഫ്ലിക്റ്റ് ഇല്ലാത്തപ്പോഴും അയൽ രാജ്യങ്ങളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമേജ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, നമ്മുടെ അതിർത്തിക്കപ്പുറം എന്തൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, ഗ്രാമങ്ങൾ പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ടോ, ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ വരുന്നത്, ഇതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുപോലെ അവിടുത്തെ ടെറൈനുകളുടെ ഇൻഫർമേഷൻ. കാരണം അവിടെ വിമാനങ്ങൾ പറക്കണമെങ്കിൽ ടെറൈനുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം. ഡെപ്ത് എലിവേഷൻ മാപ്പുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലുള്ള ഇമേജുകൾ നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് വർഷങ്ങളെടുത്തത് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളായവരുടെയും സുഹൃത്തുക്കളല്ലാത്തവരുടെയും എല്ലാം എടുത്തുകൊണ്ടിരിക്കും. കാരണം ഉപഗ്രഹങ്ങൾ ലോകത്ത് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഉപഗ്രഹങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാം. അമേരിക്കയുടെ ചിത്രം എടുക്കാം, റഷ്യയുടെ ചിത്രം എടുക്കാം, ചൈനയുടെ എടുക്കാം, ആരുടെ വേണമെങ്കിലും എടുക്കാം. അവർക്ക് നമ്മുടെ എടുക്കാം. ഒരു ഡേറ്റ എക്സ്ചേഞ്ച് ഉണ്ടാവാറുണ്ടോ? അപ്പം ഡേറ്റ എക്സ്ചേഞ്ച് ഉണ്ടാവാറുണ്ട്. പല രാഷ്ട്രങ്ങളും തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ മേഖലയിൽ നമ്മൾ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. ഒരു MOU അങ്ങനെയുള്ള പല, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് അറിയാമല്ലോ. ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. ബ്രിക്സുകളുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നമ്മളൊരു ഡാറ്റ റിപ്പോസിറ്ററി ഒരു സെർവറിൽ സ്ഥാപിച്ച് എല്ലാ രാഷ്ട്രങ്ങളും ഡാറ്റ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്ന അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ G20 ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓഫ് നേഷൻ്റെ ഇടയിൽ ഡാറ്റ ഷെയറിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. അപ്പം നാസ ആയിട്ട് അങ്ങനെ ഒരു സയൻറ്റിഫിക് ഡാറ്റയിൽ എല്ലാവരുമായിട്ടുണ്ട്. ഓപ്പൺ ഡാറ്റ പോളിസിയാണ്. നമുക്കൊരു സയൻസ് ഡാറ്റാ സെൻ്റർ ഉണ്ട്, ISSDC എന്ന് പറയും. അത് ഇസ്ട്രാക്കിലുള്ളതാണ്. എല്ലാ സയൻറ്റിഫിക് മിഷൻ്റെയും ഡാറ്റ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഒരു ഗ്ലോബൽ ഫോർമാറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതൊരു സയൻറ്റിസ്റ്റിനും ഈ ഡാറ്റ എടുക്കണമെന്ന് നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അയാളുടെ വേറെ വിത്താലും ഡെഫിനിഷൻ എല്ലാം പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഡാറ്റ എടുക്കുകയും അത് ഉപയോഗിച്ച് അയാൾക്ക് പബ്ലിഷ് ചെയ്യുകയും റിസൾട്ട്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊന്നും എടുക്കാം, അവരുടെ ഡാറ്റയിൽ നിന്നും എടുക്കാൻ പറ്റും. ഇങ്ങനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ സയൻറ്റിഫിക് ഡാറ്റയ്ക്കുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക് ഡാറ്റയ്ക്ക് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊന്നും ആർക്കും കൊടുക്കില്ല. ഒരു കോമൺ പൂൾ ഉണ്ടെന്ന് അർത്ഥം. കോമൺ പൂൾ എല്ലാ ഡാറ്റയ്ക്കും ഇല്ല. ഷെയറബിൾ ആയിട്ടൊന്നും നമ്മൾ കരുതുന്ന ഡാറ്റയ്ക്ക് പൂൾ ഉണ്ടാക്കും. മിസ്യൂസ് ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അക്കാഡമിക് ഡാറ്റ, സയന്റിഫിക് ഡാറ്റ മുതലായവയ്ക്ക്. നേരത്തെ പറഞ്ഞല്ലോ, സ്പേസ് കേപ്പബിലിറ്റി വളരെ യുണീക്ക് ആണ്. നമുക്ക് നിർത്തിയിൽ നമുക്കത് ചെയ്തേ പറ്റുമോ? അങ്ങനെയുള്ളപ്പോൾ മറ്റ് രാജ്യങ്ങൾ നമ്മളുടെ രാജ്യം കയറാതിരിക്കാൻ വേണ്ടി പുറകോട്ട് നോക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം ഉണ്ടാവാറില്ലേ? അതിനെ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും നമ്മൾ മുന്നോട്ട് വരാതിരിക്കാനും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ? അങ്ങനെ ആരെങ്കിലും തുടത്തി കഴിഞ്ഞാൽ അത് അവരുടെ കാര്യമല്ലേ. നമുക്ക് നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നം. അപ്പോൾ എന്തൊക്കെ തടസ്സം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട് ഡിസ്കസ് ചെയ്ത് അതിന് ആക്ഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താങ്കൾ പറയുകയാണ്, നമ്മളൊരു രാഷ്ട്രത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു പ്രൊഡക്റ്റിന് വേണ്ടി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ പ്രൊഡക്റ്റ് ഇവിടെ വന്നില്ലെങ്കിൽ നമ്മുടെ റോക്കറ്റുകളോ ഉപഗ്രഹങ്ങളോ ഉണ്ടാക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങണം, വേണ്ടേ? അതിനെയാണ് നമ്മൾ ഇൻഡിജനൈസേഷൻ, ആത്മനിർഭരത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും ഇനി ഒന്നും വാങ്ങിക്കില്ലെന്നും എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് ഉപയോഗിക്കുന്നത് നല്ല അർത്ഥം. ആരെങ്കിലും ഒരാൾ വിചാരിച്ച് നമ്മളെ ചോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്ന ഒരു വസ്തു ചോക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കുക. ഇതാണ് ആത്മനിർഭരത കൊണ്ട് എസെൻഷ്യലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് മേഖലകളുണ്ട്. അതിൽ മെറ്റീരിയലുകളുണ്ട്. കാരണം റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാൻ ഒരുപാട് കോംപ്ലക്സ് മെറ്റീരിയലുകൾ ആവശ്യമുണ്ട്. സ്റ്റീലുകൾ, അലൂമിനിയം, ടൈറ്റാനിയം, സിറാമിക്കുകൾ, ഇലക്ട്രോണിക് മെറ്റീരിയലുകൾ, ഒരു വലിയ സ്പെക്ട്രമാണ്. അതെല്ലാം കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രികളിൽ പല സ്ഥലത്ത് പല സ്കെയിലിൽ ഉണ്ടാക്കാൻ നമ്മളിന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നാണ് ഈ പലതും ഇതൊക്കെ വരുന്നത്. അതുപോലെ എന്നാലും എല്ലാത്തിലും നേടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഫൈബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി, ഹൈ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഒരു മിഷൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഉണ്ടാക്കണമെങ്കിൽ വലിയ പണച്ചെലവുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ കൺസംഷൻ വളരെ കുറവാണ്. അത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്താലേ അത് ലാഭം ഉണ്ടാവുള്ളൂ. അതുപോലെ വേറൊരു മേഖലയാണ് അലൂമിനിയം നമ്മൾ ഈ ലോകത്തിലെ വലിയ പ്രൊഡ്യൂസറാണ്. എങ്കിലും റോക്കറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന അലൂമിനിയം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ.
അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനും മടിയുള്ളതുകൊണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സ്കെയിൽ ഓഫ് ഓപ്പറേഷനും പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പലരും ഇൻവെസ്റ്റ് ചെയ്യാത്ത മേഖലകളുണ്ട്. അവിടെയൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇൻസെൻറ്റിവൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരു മേഖലയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 1,00,000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയൊക്കെ ആരെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിനെ ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡിസൈനോ ആൾട്ടർനേറ്റ് റൂട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം, സ്ക്രൂ. നിങ്ങളിപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി നട്ട് ബോൾട്ടുകളൊക്കെ ഇല്ലേ? ഈ നട്ട് ബോൾട്ടൊക്കെ ഇപ്പോൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത്? സാധാരണ കാറിനൊക്കെ ഉള്ളത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കും. പക്ഷേ റോക്കറ്റിന് ഉപയോഗിച്ചിരുന്നതെല്ലാം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാം യൂറോപ്പിൽ നിന്നും ഫ്രാൻസിൽ നിന്നും യു എസ് നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം അത് ഉപയോഗിക്കുന്ന നട്ട് ബോൾട്ട് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റീലുകളല്ല. സ്റ്റീലിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം സ്ട്രെങ്ത് ഉള്ള അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉള്ള ഫാസനറുകളാണ്. ബൊസാർഡ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 1980കളിൽ. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കണം. കുറച്ച് കമ്പനികളെ വിളിച്ചിട്ട് ഇതുണ്ടാക്കുന്ന പ്രോസസ്സ് ഞങ്ങൾ സംസാരിച്ച് അവരെ കൊണ്ട് മെഷീനുകൾ വാങ്ങിപ്പിച്ച് ഇന്ത്യയിൽ അവരെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കി. ആ സ്ക്രൂ 1995 ആയപ്പോഴത്തേക്കും അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സ്ക്രൂകൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് ഇന്ത്യയിലാണ് ലോകത്തിൽ എയറോസ്പേസ് ക്വാളിറ്റിയുള്ള സ്ക്രൂസും നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ്. ബോയിങ്ങിനും എയർബസിനും ഒക്കെ സ്ക്രൂകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ്. അത് ISRO ഈ ഇന്ത്യയിലെ കമ്പനികളുമായിട്ട് ചേർന്ന് അതിനകത്ത് ഒരുപാടുണ്ട്. മെറ്റീരിയൽ അലോയ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡെവലപ്മെൻറ്റ്, കോട്ടിംഗ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, ഒരുപാട് പ്രോസസ്സ് കൂടെ പോകണമാണ്. കാരണം ഒരു ബോൾട്ട് പൊട്ടിയാൽ വിമാനം താഴെ പോകും. അപ്പോൾ ഒരു ബോൾട്ടിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞൊരു നിസ്സാര കാര്യമാണ്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് പാർട്ടുകളുണ്ട്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ വയറ് റോക്കറ്റിലും ഉപഗ്രഹങ്ങളിലും ഉപയോഗിക്കുന്ന വയറിന് സ്പെഷ്യൽ ക്വാളിറ്റിയാണ്. അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുഴുവൻ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ കമ്പനികൾ വയറുകൾ ഉണ്ടാക്കുന്നു. ആ വയർ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ വയർ ചെയ്തിട്ട് അത്തരം വയറിലാണ് നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന എയർക്രാഫ്റ്റുകളൊക്കെ പറക്കുന്നത്.